ഗൗതമേ, ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിച്ചതിന് ശേഷം ഈ പല ചർച്ചകളും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ സ്ത്രീകളുടെ കൊലപാതകം, അതായത് ഇന്ന് രാഹുൽ ഈശ്വർ പറയുന്ന, അതായത് വധശിക്ഷ വിധിച്ചിട്ടുള്ള ജഡ്ജിയെ പാലഭിഷേകം നടന്നുകൊണ്ട് മെൻസ് അസോസിയേഷൻ, എന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ രാഹുൽ ഈശ്വരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഈ സ്ത്രീകൾ എത്രത്തോളം കൊലപാതകം ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് എന്നുള്ള ചർച്ചകളൊക്കെ വരുന്നത്. ഓർമ്മയുണ്ടോന്ന് അറിയില്ല, മുമ്പ് കണ്ണൂര് ഗൗതമിന്റെ നാട്ടിൽ തന്നെയാണ് തോന്നുന്നു അല്ലെ, ഒരു കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നു. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കൊലപാതകം. എനിക്ക് ഓമന എന്ന് പറയുന്നത് ഡോക്ടർ ഓമന, അത് അന്ന് കേരളത്തെ നടുക്കിയ ഒരു കേസാണ്. വളരെ ബ്രില്യൻ്റായി നടന്ന ഒരു കൊലപാതകമാണ്. എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി ഗൗതമിന് കൃത്യമായിട്ട് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓർമ്മിക്കുന്നുണ്ടോ അത്? തീർച്ചയായിട്ടും. കാരണം കേരള മനസാക്ഷി യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ച് കളഞ്ഞൊരു കൊലപാതകം. അതും ഒരു സ്ത്രീ, വിദ്യാഭ്യാസ സമ്പന്നയായിട്ടുള്ള, വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടൊക്കെ വളരെ സമ്പുഷ്ടയായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ നടത്തിയൊരു കൊലപാതകം. ഡോക്ടറാണ് അവര്, ഒരു ജീവൻ രക്ഷിക്കേണ്ടവരാണ്. ഡോക്ടർ ഓമന അവരൊരു ഒപ്താമോളജിസ്റ്റ് ആയിരുന്നു, ഈ നേത്രരോഗ വിദഗ്ധയായിരുന്നു. ഈ പയ്യന്നൂരിലായിരുന്നു അവരുടെ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ കേന്ദ്രീകരിച്ചിട്ട് ജീവിക്കുകയും അവിടെ ഈ ക്ലിനിക്കൊക്കെ നടത്തിയിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു. അവരുടെ ജീവിതത്തിൽ വളരെ യാദൃശ്ചികമായിട്ടാണ് മുരളീധരൻ എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടർ, ബിൽഡിംഗ് കോൺട്രാക്ടർ കടന്നു വരുന്നത്. ഇതാണ് പിന്നീട് വലിയ വഴിത്തിരിവിലേക്കും വലിയ കൊലപാതകത്തിലേക്കൊക്കെ നയിച്ചത്. അവരിപ്പോൾ എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. ഏകദേശം ഇപ്പം അവരിപ്പം കാണാമറയത്തായിട്ട് ഏതാണ്ട് 29 വർഷമായി. ഈ കൊലപാതകം നടക്കുന്നത് 1996 ജനുവരിയിലാണെന്ന് തോന്നുന്നു. ജനുവരി 11-ാം തീയതിയാണെന്ന് തോന്നുന്നു. ഏകദേശം ഞാനൊക്കെ ജനിച്ച സമയത്താണ്. അതെ, 1996. അപ്പൊ ഇപ്പോ ഏതാണ്ട് 29 വർഷമായി അല്ലെ? 29 അല്ലേ? 29 വർഷമായി. ഇപ്പോഴും കാണാമറയത്താണ്. സുകുമാരക്കുറുപ്പാണ്. അതെ, കേരളത്തിലെ ലേഡി സുകുമാരക്കുറുപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഡോക്ടർ ഓമനയെ വിളിക്കാം. ഇവർക്ക് ഈ നിഷ്ഠൂരമായിട്ടുള്ള ഇവരുടെ ഈ കൊലപാതകത്തെ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ ഒരു സർജിക്കൽ കൊലപാതകമായിരുന്നു. സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് കീറിമുറിച്ചു തൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസ കാലത്ത് ആർജിച്ച കഴിവുകളെ മുഴുവൻ ഉപയോഗപ്പെടുത്തി ബ്രില്യൻ്റ് ആയിട്ട് നടത്തിയ ഒരു നിഷ്ഠൂര കൊലപാതകം. ഏതൊക്കെ വെയിൻ ഏതൊക്കെ ഭാഗത്ത് കട്ട് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാമായിരുന്നു. ചോര ചിന്തിയില്ല. അതാണ് പോലീസിനെ പോലും ഞെട്ടിപ്പിച്ചതെന്ന് പറയുന്നത്. ഇയാളെ ഈ കൊലപ്പെടുത്തുമ്പോൾ ഒരു തുള്ളി രക്തം പോലും ഈ ഫ്ലോറിലോ ഈ ഒന്നും പൊടിയാതെയാണ്, അത്രയും സൂക്ഷ്മമായിട്ടാണ് അവർ ഈ കൊലപാതകം നടത്തിയതെന്ന് പറയുന്നത്. എന്താണ്, ഊട്ടി പോലീസ്, തമിഴ്നാട് പോലീസാണ് ആദ്യം കേസ് അന്വേഷിച്ചത്. അവർക്ക് ഒരു പിടിയും കിട്ടിയില്ല. പിന്നീട് ഇന്റർപോൾ അടക്കം അന്വേഷിച്ചു. ഇപ്പോഴും കാണാമറയത്ത് അജ്ഞാതയായി എവിടെയെങ്കിലും ഉണ്ടാകുമോ ഡോക്ടർ ഓമന എന്നും നമുക്ക് അവർ ചിലപ്പം മരണപ്പെട്ടിട്ടുണ്ടാവും. അവർക്കിപ്പോൾ ഏതാണ്ട് 73 വയസ്സായി. അതെ, അവര് നേരത്തെ തന്നെ ഈ കൊലപാതകം മലേഷ്യയിൽ ഒരു ക്ലിനിക്ക് ആരംഭിച്ച് അവിടെ പ്രവർത്തിക്കുകയായിരുന്നു. ഈ കൊലപാതകം നടത്തുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഇവര് തിരുവനന്തപുരത്തേക്ക് നാട്ടിലെത്തുകയും ഈ മുരളീധരനെ, കോൺട്രാക്ടറായിട്ടുള്ള മുരളീധരനെ ഊട്ടിയിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ ഊട്ടി റെയിൽവേ സ്റ്റേഷന്റെ ഒരു അടുത്തുള്ളൊരു മുറിയിൽ, ഒരു ഹോട്ടൽ മുറിയിലെ 4-ാം നമ്പർ മുറി, അവിടെ കൊണ്ടുപോയിട്ടാണ് ഈ കൊലപാതകം, ഈ നിഷ്ഠൂര കൊലപാതകം. 20 കഷ്ണങ്ങളാണ്. മൃതശരീരം 20 കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി 3 സൂട്ട് കേസിലായിട്ട് നിക്ഷേപിച്ചു. രക്തം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകതരമായിട്ടുള്ള ഇഞ്ചക്ഷൻ, കട്ട പിടിക്കാനുള്ള ഇഞ്ചക്ഷൻ ആദ്യം തന്നെ കുത്തിവെച്ചു. അതിനു മുന്നോടിയായി തന്നെ ഇയാളെ വിഷം കൊടുത്ത് ബോധരഹിതനാക്കി. പിന്നീട് സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആ രീതിയിലാണ് ഈ മുരളീധരന്റെ ശരീരം വെട്ടി നുറുക്കുന്നത് 20 പീസുകളായിട്ട്. ആന്തരിക അവയവങ്ങൾ ക്ലോസറ്റിൽ നിക്ഷേപിച്ച് ഫ്ലഷ് അടിച്ചു. അപ്പോൾ ആ ഒരു പെണ്ണുങ്ങളുടെ, ആ ഒരു സ്ത്രീയുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് നോക്കിയാട്ടെ. അത്രയും പൈശാചികപരമായിട്ടുള്ളൊരു
കൊലപാതകം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപക്ഷെ അവരുടെ ഈ മെഡിക്കൽ കാലഘട്ടത്തിൽ ഈ ശരീരങ്ങൾ കീറി മുറിക്കുന്നതും രക്തം കാണുന്നതൊക്കെ അവർക്ക് വളരെ നിസ്സാരമായിട്ടുള്ള കണ്ട് ശീലിച്ചത് കൊണ്ട് തന്നെ ഇതൊന്നും ചെയ്യാനായിട്ട് അവർക്ക് ചിലപ്പോൾ യാതൊരു മടിയും ഉണ്ടായിട്ടില്ല. ഇതിൽ ഇവരുടെ ഭർത്താവ് എന്ന് പറയുന്നത് കൊല്ലം സ്വദേശി, ഇവർ വിവാഹിതയാണ്, കൊല്ലം സ്വദേശിയായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു ശിശുരോഗ വിദഗ്ധനായിരുന്നു. രണ്ടുപേരും ഡോക്ടർ ദമ്പതിമാരാണ്. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ഈ മുരളീധരൻ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു പ്രണയം, എന്താ പറയാ, ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്. കാമുകൻ അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇവരൊരു വീട് വെക്കാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു ഈ ഓമനയ്ക്ക്. ഈ വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കോൺട്രാക്ടർ മുരളീധരനുമായിട്ട് അടുക്കുന്നത്. ആ അടുപ്പം പിന്നീട് വലിയ സൗഹൃദത്തിലേക്ക് വഴിവെച്ചു. അത് വലിയ മറ്റു പല ബന്ധങ്ങളിലേക്കും അത് വഴിവെച്ചു. ഇതിൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ പോലീസിനൊക്കെ നൽകിയ മൊഴി, അതോടൊപ്പം തന്നെ ഇവരുടെ മറ്റ് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ കിട്ടിയ മൊഴി അനുസരിച്ച് ഈ മുരളീധരൻ നിരന്തരമായിട്ട് ഇവരെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. അതായത് ഈ ബന്ധമൊക്കെ സ്ഥാപിച്ചതിന് ശേഷം പിന്നീട് വിവാഹത്തിനായിട്ട് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അതിന് ഈ ഓമനയ്ക്ക് താല്പര്യമില്ലായിരുന്നു. അതായത് മറ്റേ വിവാഹം ഒഴിഞ്ഞിട്ട് അതെ ഇയാളെ കല്യാണം കഴിക്കണമെന്ന് ആവശ്യം. അതെ. അതിനിടയിൽ ഇവരുടെ ഈ ബന്ധം, ഈ ഭർത്താവ്, ശിശുരോഗ വിദഗ്ധനായിട്ടുള്ള ഭർത്താവ്, ജോലി ചെയ്യുന്ന ഭർത്താവ് അറിയുകയും ഈ ദാമ്പത്യത്തിൽ അതൊരു വിള്ളൽ വീഴ്ത്തുകയും ചെയ്തു. ഇവരവസാനം അത് ബന്ധം പാടെ ഉപേക്ഷിക്കേണ്ട അവസ്ഥ വന്നു. ഡൈവോഴ്സിലേക്ക് കടന്നു. അതെ, ഈ ബന്ധമാണ് മുരളീധരനുമായിട്ടുള്ള ഈ ബന്ധമാണ് അതിന് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയാണ് നമുക്ക് പല പോലീസ് റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അല്ല, സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാൾ മരണപ്പെടുമ്പോൾ ഇത് ഓമനയിലേക്ക് തന്നെ ഈ കേസിന്റെ അന്വേഷണം എത്തുമെന്നുള്ളത് സ്വാഭാവികമായി അവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമായിരുന്നില്ലേ? അല്ല, ഇവിടെ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരെന്തിനിത്ര മാത്രം ഇങ്ങനെ പീസായിട്ട് നുറുക്കിയിട്ട് കൊല്ലാൻ വേണ്ടി മാത്രം എന്ത് വൈരാഗ്യമായിരുന്നു? അതാണ് ചോദ്യം. എന്തെങ്കിലും ഒരു വൈരാഗ്യം ഇല്ലാതെ വെറുതെ ഒരാൾ ചെയ്യില്ലല്ലോ. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അവർക്ക് വല്ല മാനസിക രോഗവും, അവർക്ക് നേരത്തെ എന്തൊക്കെയോ മാനസികപരമായിട്ടുള്ള പ്രശ്നമുള്ള ഒരാളാണ് ഈ ഓമന എന്നും അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. ഈ മുരളീധരൻ ഇതിനിടയിൽ ഈ ബന്ധം ഉലഞ്ഞതിന് ശേഷം ഈ മുരളീധരൻ മലേഷ്യയിലടക്കം ഇവര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ക്ലിനിക്കിലേക്ക് പോയി അവിടുന്ന് ഇവരെ ബുദ്ധിമുട്ടുകയും ഇവർക്കെതിരെ വേണ്ടാത്ത രീതിയിലുള്ള പല കുപ്രചരണങ്ങൾ അഴിച്ചുവിടുകയും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസിന് നൽകിയ മൊഴിയിലൂടെ ഈ ഓമനയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. കാരണം ഓമനയ്ക്ക് മുരളീധരനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. ഇയാൾ നിരന്തരം നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. ഇയാളുടെ പയ്യന്നൂരിൽ ഉണ്ടായിരുന്ന ക്ലിനിക്കിലേക്ക് വരുന്നു. അവിടുന്ന് തൻ്റെ സ്ഥാപനത്തിന്റെ കീയും അതോടൊപ്പം തന്നെ പൈസയും മോഷണം നടത്തിയിട്ടുണ്ട് എന്ന് ഈ കൊലയൊക്കെ നടത്തുന്നതിന് മുമ്പ് മുരളീധരനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ഓമന പോലീസിൽ. എന്നിട്ട് പോലീസ് സെർച്ച് വാറന്റ് അടക്കം ഇയാൾക്കെതിരെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ കൊലയൊക്കെ നടക്കുന്നതിന് മുമ്പാണ്. അപ്പൊ നിരന്തരമായിട്ട് ഇയാളുടെ ഭാഗത്തു നിന്നൊരു ശല്യം ചെയ്യൽ ഇവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കാം ഓമൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഇപ്പം ഒരുപക്ഷെ അദ്ദേഹത്തെ കൊല്ലുകയാണെങ്കിൽ എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ന് മുൻകൂർ പരാതി പോലീസ് സ്റ്റേഷനിൽ ഉള്ള ഒരു സാഹചര്യം, തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വയരക്ഷാർത്ഥം ഒരാളെ കൊന്നാൽ കേസ് ഉണ്ടാവില്ല. കേസ് ഉണ്ടാവും, പക്ഷെ അത് ഊരിപ്പോരാ. അതായിരിക്കും ഒരുപക്ഷെ ഓമന മുൻകൂട്ടി കണ്ടത്. ഓമന എന്താണ് മുൻകൂട്ടി കണ്ടതെന്ന് ഓമന ഇപ്പൊ പോലീസിന്റെ മുമ്പിൽ കീഴടങ്ങിയാൽ മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. കഴിഞ്ഞ 20 വർഷങ്ങളിൽ അകലെയായി അവര് കാണാമറയത്താണ്. അവര് യഥാർത്ഥത്തിൽ ഇത് ഊട്ടിയില് ഇത് ആസൂത്രണം ചെയ്ത ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അപൂർവങ്ങളായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് യഥാർത്ഥത്തിൽ ഇവർ പിടിക്കപ്പെടുന്നത് ഡിണ്ടികളിൽ നിന്ന്, തമിഴ്നാട്ടിലെ ഡിണ്ടികൾ, അവിടെ നിന്നാണ് പിടിക്കപ്പെടുന്നത്. ഈ 20 കഷ്ണങ്ങളാക്കി മുറിച്ച ശരീരം 3 സ്യൂട്ട് കേസുകളിലാക്കി നിക്ഷേപിക്കുകയും അതുമായിട്ട് ഇവര് പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും, ഊട്ടി, കൊടൈക്കനാൽ, അതേപോലെ തന്നെ കന്യാകുമാരി
ഊട്ടിയിലെ ചില സ്ഥലങ്ങളിൽ ഇത് കൊണ്ടുപോയി കളയണമല്ലോ എവിടെയെങ്കിലും. അവിടെയൊക്കെ ഈ ആൾക്കാരുടെയൊക്കെ തിരക്ക് കാരണം അത് ആ ഒരു ഓപ്ഷൻ ഇല്ലാതായി. പിന്നീട് ഇവർ ടാക്സി വിളിച്ച് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക്, കൊടൈക്കനാലിലേക്ക് ഈ ഒരു സാധനം, ഈ മൃതശരീരം കളയാനായിട്ട് ശ്രമിച്ചു. അവിടെയും ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിനിടയിലാണ് യഥാർത്ഥത്തിൽ ഇതിൽ നിർണായകമായിട്ടുള്ള, ഇവരെ പിടിക്കാൻ പോലീസിനെ സഹായിച്ച, തമിഴ്നാട് പോലീസിനെ സഹായിച്ചതിൽ ഈ ടാക്സി ഡ്രൈവർ ഒരു നിർണായകമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ വണ്ടീൻ്റെ പെട്രോള് ഊട്ടി കഴിഞ്ഞു കൊടൈക്കനാലെത്തിയപ്പോൾ ഈ വണ്ടിയുടെ പെട്രോള് മിസ്സിംഗ് ആയി. പെട്രോൾ അടിക്കണം. ഈ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പ് കയറുന്നതിനിടെ ഈ ഡ്രൈവർക്ക് ഡിക്കിയിൽ നിക്ഷേപിച്ച ഈ പെട്ടിയിൽ നിന്ന് കാറിൻ്റെ ഉള്ളിലേക്ക് എന്തോ വല്ലാത്ത സ്മെല്ല്, ദുർഗന്ധം ഉണ്ടാവുന്നു. അത് അപ്പോഴത്തേക്ക് തന്നെ ഓമനയ്ക്ക് കാര്യം പിടികിട്ടി. സംഗതി കയ്യിൽ നിന്ന് വിട്ടുപോവുകയാണ്. ഉടനടി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഇവർ ആ ടാക്സിയിൽ നിന്ന് ഇറങ്ങി, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ടാക്സിയിൽ നിന്ന് ഇറങ്ങി ഡിക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പം ഡ്രൈവർ വന്നിട്ട് സഹായിക്കുന്നുണ്ട്. വേണ്ട, ഞാൻ എടുക്കാൻ ഡിക്കി. അപ്പം ഇവർ വേണ്ട നിങ്ങൾ എടുക്കണ്ട, ഞാൻ എടുത്തോളാം എന്ന് ശാസിക്കുന്നുണ്ട്. അപ്പം അവിടെ ഇവരുടെ ഈ ഒരു പ്രവൃത്തിയിലൊക്കെ ഈ ഡ്രൈവർക്ക് സംശയം തോന്നി. മാത്രമല്ല, ഈ പെട്ടിയിൽ നിന്ന് ചെറിയ രീതിയിൽ ചോരയുടെ തുള്ളികൾ കാര്യങ്ങളൊക്കെ ഇയാൾ കാണുകയും ചെയ്തു. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഇയാളെ സംശയത്തിലാക്കിയത്. ഇവർ ഉടനടി ആ പെട്രോൾ പമ്പിന്റെ പരിസരത്ത് നിന്ന് ഈ പെട്ടി അവിടെ നിക്ഷേപിച്ചുകൊണ്ട് ഓടിക്കളയാണ് ചെയ്തത്. ആ ഡിക്കിയിൽ വെച്ചുകൊണ്ട്. കാരണം ഇയാൾ ഉടനടി ഈ സംഭവം നടന്നു പറഞ്ഞ ഇയാൾ ഉടനടി ആ പരിസരത്തുള്ള ടാക്സി ഡ്രൈവർമാരെയും ഫോണും ഒക്കെ വിളിക്കുന്നത് ഈ ഓമന കണ്ടു. സംഗതി കയ്യിൽ നിന്ന് പോയി എന്ന് ഇവർക്ക് സംഭവം മനസ്സിലായി. ആ പെട്ടി അവിടെ വെച്ചുകൊണ്ട് മറ്റൊരു വാഹനത്തിൽ ഇവര് പെട്ടെന്ന് കടന്നു കളഞ്ഞു. ഇവരെ പിടികൂടുന്നത് ഈ സംഭവം, ഈ ടാക്സി എന്ന് പറഞ്ഞല്ലോ, ഈ സംഭവത്തിന്റെ 2 കിലോമീറ്റർ അകലെ നിന്നാണ് ഇവരെ പിടികൂടുന്നത്. ഏതാണ്ട് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഇവർ പിടികൂടി. 2021 ജാമ്യത്തിൽ ഇറങ്ങുന്നത്. 21 1996 ഈ സംഭവം. അത് കട്ടുണ്ടേ അവിടെ. 1996 ഈ സംഭവം. 2001 ഇവർ ജാമ്യത്തിൽ ഇറങ്ങുന്നത്. 2001 ജാമ്യത്തിൽ ഇറങ്ങുന്നത്. ഇവര് ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം പയ്യന്നൂര് പത്രസമ്മേളനമൊക്കെ വിളിച്ച് വലിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാക്കി. എനിക്കെതിരെ നടക്കുന്നത് വ്യാജ പ്രചരണമാണ്, ഞാനല്ല ഈ തെറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ബൈറ്റുകളൊക്കെ നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനുശേഷം ഇവർ മലേഷ്യയിലേക്ക് കടന്നു കളഞ്ഞു എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങി. പല പേരുകളിലായിട്ട് മുംതാസ്, ജാനകി, ഷെറിയ തുടങ്ങിയ പേരുകളിലൊക്കെ ആയിട്ട് ഇവർ മലേഷ്യയിൽ അടക്കം ജീവിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഒളിത്താവളമായിട്ട് മാറ്റിയിട്ടുണ്ട് എന്ന് ഇന്റർപോൾ അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും ഇത്രയും നാളായിട്ട് ഇവരെ പിടികൂടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ 2017 ഇവരുടെ രൂപസാദൃശ്യമുള്ളൊരു ശരീരം മലേഷ്യയുടെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴത്ത് വീണിട്ടുണ്ട്. അത് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്കൊക്കെ ആ ഒരു വാർത്ത നൽകിയിട്ടുണ്ടായി. കാരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഇവരാണ് ആദ്യം ഈ പയ്യന്നൂരിലെ ചില പോലീസുകാർക്കൊക്കെ ഈ ശരീരം കണ്ടപ്പോൾ ഇവരാണോ എന്നൊരു സംശയം ഉണ്ടായി. പക്ഷെ പിന്നീട് ഇവരല്ല, അത് മറ്റൊരാളാണ് എന്ന് സ്ഥിരീകരിച്ചു. അപ്പൊ എന്തായാലും ഓമന കാണാമറയത്താണ്. അവരിപ്പോ മരണപ്പെട്ടോ ജീവിച്ചിരിപ്പുണ്ടോ, പല പേരുകളിലായിട്ട് പല സ്ഥലങ്ങളിൽ ജീവിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും വളരെ നിഷ്ഠൂരമായിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കൊലപാതകമാണ് അവർ നടത്തിയത്. അതെ, എന്തായാലും ഇത്രയും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓമനയുടെ കഥ കൂടി നമ്മൾ ഓർമ്മിക്കുന്നത് നല്ലതാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനത് ഗൗതമിനോട് ചോദിച്ചത്. വളരെ ബ്രില്യൻ്റായി നടപ്പിലാക്കിയ, പ്രണയിച്ച ഒരാളെ തന്നെയാണ് ഇവിടെയും കൊലപ്പെടുത്തിയത്. ഇതിൻ്റെയൊക്കെ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കേസുകളും പെണ്ണുങ്ങൾ പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ ആണുങ്ങളായാലും പ്രതികളായിട്ടുള്ള സമീപകാലത്തൊക്കെ ഉണ്ടായ പല കേസുകളിലും ഒരു പെക്യുലാരിറ്റി ഉണ്ട്. ആ പെക്യുലാരിറ്റി എന്താണെന്ന് പറയാം? പ്രണയമാണ്. കാമുകനെതിരെ പ്രണയം, കാമുകൻ, ഇതാണ് പെക്യുലാരിറ്റി. പ്രണയം, വഞ്ചന, കാമുകി, സംശയം, വഞ്ചന, മറ്റവന്റെ കൂടെ പോയി, ഇതൊക്കെയാണ് ഇതിലെ പെക്യുലാരിറ്റി.
ഇന്ത്യയിലെ ഏറ്റവും ആദ്യം തൂക്കിലേറ്റത് ഒരു സ്ത്രീ ഉണ്ട് 1956-ലാണ്. ഇവരെ തൂക്കിലേറ്റാനുള്ള കാരണം ഇവരുടെ ഭർത്താവുമായിട്ട് 3 സ്ത്രീകൾക്ക് അടുപ്പമുണ്ടെന്ന് മനസ്സിലാക്കി ആ ഒരു സംശയത്തിന്റെ പുറത്ത് 3 പേരെയും കൊന്നുകളഞ്ഞു ഈ സ്ത്രീ. ഇന്ത്യയിൽ ഏറ്റവും ആദ്യം തൂക്കിലേറ്റപ്പെട്ടത്, അവരുടെ പേര് ഞാൻ മറന്നുപോയി, ഇവിടെ ഡൽഹിയിലാണ് സംഭവം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിലുണ്ട്, ചരിത്രത്തിലുണ്ട്. ഇതൊക്കെ എന്താണ്, ആളുകളിലേക്ക് എത്തുക, ആളുകൾ അതൊക്കെ അറിയുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. കാരണം നമുക്ക് എപ്പോഴും സുരക്ഷിതത്വമാണല്ലോ പ്രധാനം. അപ്പം ഇത്തരം അനുഭവങ്ങളെല്ലാം എന്താണ് പഠിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായി. ഇത്തരം മറ്റൊരു കൊലപാതക ദുരനുഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. മറ്റൊരു കൊലപാതകത്തിന്റെ കഥയോ മറ്റൊരു ക്രൈമിന്റെ കഥയുമായിട്ടൊക്കെ നമുക്ക് ഇനിയും വരാം.